والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു മാപ്പാക്കി ഉത്തമ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ കഴിയുന്ന മുഴുവൻ പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പരിശുദ്ധമായ ഹദീസിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതൂഫു ബിൽ കഅബത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയെ തവാഫ് ചെയ്തു കൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് പരിശുദ്ധമായ കഅബയോട് ചോദിക്കുന്നു, മാ അത്യബകി വ അത്യബ റീഹകി മാ അഅലമകി വ അഅലമ ഹുർമതികി. ഏ കഅബാലയമേ, നിനക്കെന്ത് പരിശുദ്ധിയാണ്, നീ എത്ര പവിത്രമായ ഭവനമാണ്, നിനക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആ പവിത്രത എത്രത്തോളം മഹത്തമാണ് എന്ന് കഅബ ഷരീഫിനെ വർണ്ണിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ഷരീഫിനോട് ചോദിക്കുന്ന കാഴ്ച മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഉടനെ തന്നെ കഅബാലയത്തോട് പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ആത്മാവിന്റെ ശരീരം ആരൊരുവന്റെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. കഹുർമത്തിൽ മുഅ്മിനി അഅലമു ഇൻദല്ലാഹി ഹുർമത്തും മിൻകി. കഅബാലയത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, കഅബാലയമേ, നിനക്ക് നൽകിയിട്ടുള്ള പവിത്രതയും ആദരവും എത്രത്തോളം മഹത്തമാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ സത്യം ചെയ്തിട്ട് പറയുന്നു, പരിശുദ്ധമായ കഅബാലയമേ, നിന്റെ അടുക്കൽ അല്ലാഹുവിനുള്ള സ്ഥാനത്തേക്കാൾ അതിനേക്കാൾ വലിപ്പമാണ് ഒരു മുഅ്മിനായ മനുഷ്യനുള്ള മഹത്വം. അപ്പൊ കഅബാലയത്തേക്കാൾ എന്തുണ്ട് മഹത്വമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഹുർമത്തുൽ മുഅ്മിനി അഅലമു ഇൻദല്ലാഹി ഹുർമത്തും മിൻകി. ഏ കഅബാലയമേ, നിന്നെക്കാൾ മഹത്വമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിന്റെ അടുക്കൽ എന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. കാരണം എന്തേ? അല്ലാഹു തആല പവിത്രമാക്കി സൃഷ്ടിച്ച ഈമാനും തഖ്വയും ഒരു മുഅ്മിനായ മനുഷ്യനിൽ കൂടിച്ചേരുമ്പോൾ അവന്റെ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തതയുണ്ടാകുന്നു. സാധാരണ എല്ലാവരും മനുഷ്യന്മാരാണ്, പക്ഷെ മനുഷ്യന്മാരിൽ പദവി കുറഞ്ഞവരും കൂടിയവരുമുണ്ട്. അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ തൗഫീഖ് കൊണ്ട്, തൗഹീദിന്റെയും അതുപോലെ തന്നെ ഈമാനിന്റെയും ഹിദായത്തിന്റെയും പ്രകാശം കൊണ്ടാണ് ഒരു മനുഷ്യൻ വ്യത്യസ്തനാകുന്നത്. നാം എല്ലാവരും മനുഷ്യന്മാരായി ജീവിക്കുന്നു, പക്ഷേ മനുഷ്യന്റെ അകത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ഈമാനും തഖ്വയും. മുഅ്മിനായ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന്മാർക്ക് അല്ലാഹു സ്ഥാനമാനം നൽകിയിട്ടുള്ളത്. എത്രത്തോളം കഅബാലയത്തിനേക്കാൾ പവിത്രതയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവന്റെ അഭിമാനം, അവന്റെ സമ്പത്ത്, അവന്റെ രക്തം ഒക്കെ മറ്റുള്ളവർക്ക് ഹറാമാണ്. അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല. അതുപോലെ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ ആക്ഷേപം പറയാൻ പാടില്ല, അപഹാസ്യം പറയാൻ പാടില്ല, മോശത്തരങ്ങൾ പറയാൻ പാടില്ല. അവന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും മറ്റൊരു മുഅ്മിനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പരിപൂർണ സംരക്ഷകനാകാൻ അവന്റെ കരം കൊണ്ട്, അവന്റെ നാവ് കൊണ്ട്, അവന്റെ നോട്ടം കൊണ്ട്, അവന്റെ പ്രവർത്തനം കൊണ്ട്, അവന്റെ സംസാരം കൊണ്ട് മുഴുവനും മറ്റുള്ളവർ രക്ഷപ്രാപിച്ചവനായിരിക്കണം എന്നാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ഇപ്പൊ മുഅ്മിനായ മനുഷ്യന് ചെയ്യാൻ പാടില്ല, അവന്റെ ജീവിതത്തിൽ ഒരു തകർച്ചയ്ക്കും മറ്റൊരു മുസ്ലിം നിൽക്കാൻ പാടില്ല. അല്ലാഹു തആല പരിപൂർണ ഈമാനും തഖ്വയും നമുക്ക് ഏവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മറ്റൊരാളെ ആക്ഷേപിക്കുമ്പോഴും അപഹാസ്യം പറയുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, ആ മുഅ്മിനായ മനുഷ്യൻ അവൻ വിശ്വാസിയാണോ? ആ വിശ്വാസിയായ മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുള്ളത് വിശുദ്ധമായ കഅബാലയത്തിനേക്കാൾ പവിത്രതയാണ്. ആ കഅബാലയത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനം പോലെ, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, ആ കഅബാലയത്തിന് അല്ലാഹു തആല നൽകിയിട്ടുള്ള പദവി അതിനേക്കാളും വലിയ പദവിയാണ് മുഅ്മിനായ മനുഷ്യൻ. എനിക്കത് പാടില്ല, അല്ലാഹു അത് ഹറാമാക്കിയതാണ്. അവനെ കുറിച്ച് മോശമായ വർത്തമാനം പറയാൻ പാടില്ല, മോശമായി ചിന്തിക്കാൻ പാടില്ല, മോശമായ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ചിന്തയോടുകൂടി, ആ ഒരു ചിന്തയോടുകൂടി ജീവിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ സാധ്യമാകുന്നത്.
സാധ്യമാകുന്നത്. അതോടൊപ്പം നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നമുക്ക് സേഫ്റ്റി ആയിട്ട് സംരക്ഷിക്കാൻ കഴിയുന്നതും ആ ഒരു തരത്തിലാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ആ കൂട്ടത്തിൽ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.